ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ബഹിരാകാശ യാത്രിക മാത്രമല്ല, നല്ലൊരു പോരാളി കൂടിയാണ്. ലോകത്തിന്നേ വരെ വനിതകളായ ഒട്ടനവധി ബഹിരാകാശ സഞ്ചാരികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സുനിതയുടെ അധ്യായങ്ങൾ വേറിട്ടതാണ്. തിരിച്ചു വരാൻ കഴിയുമോ എന്ന് പോലും ഉറപ്പില്ലാതെ മാസങ്ങളായി ശൂന്യാകാശത്ത് കുടുങ്ങിക്കിടപ്പാണ് സുനിത വില്യംസ്. ശൂന്യത മാത്രമാണ് അവർക്ക് മുമ്പിലുള്ളത്. എലോൺ മസ്ക് ഉൾപ്പെടെ നൽകുന്ന പ്രതീക്ഷകളുടെ അടിസ്ഥാനത്തിൽ നാസ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. തിരിച്ചെത്താൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനകളാണ് ലോകം. പക്ഷേ അങ്ങനെ ശൂന്യതയിൽ നിൽക്കുമ്പോഴും ആത്മവിശ്വാസം ചോരാതെ, പ്രത്യാശകൾ കൈവിടാതെ, തളർന്നു പോകാതെ നേട്ടങ്ങളും ചരിത്രങ്ങളും തിരുത്തുകയാണ് സുനിത വില്യംസ്. അതെന്താണെന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. പുതുതായി സുനിത വില്യംസ് എന്ത് നേട്ടമാണ്, എന്ത് ചരിത്രമാണ് തിരുത്തിക്കുറിച്ചത് എന്ന ചോദ്യത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം വീണെടുത്തും എണീറ്റ് നടന്ന് സുനിത ഒരു ചരിത്രത്തിലേക്കുള്ളൊരു നടത്തം സംഭവിച്ചിരിക്കുന്നു. അതെന്താണെന്നാണ് നമ്മൾ വിശദമായി നോക്കുന്നത്. ബഹിരാകാശ നടത്തത്തിൽ റെക്കോർഡ് എന്ന് വെച്ചാൽ അവരുടെ സ്റ്റാർലൈനർ പേടകത്തിനുണ്ടായ സാങ്കേതിക തകരാർ മൂലമാണ് മാസങ്ങളായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം എലോൺ മസ്കിന്റെ സഹായമടക്കം തേടി പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുമ്പോഴും അവിടെ നിന്നുകൊണ്ട്, ബഹിരാകാശത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ പുതിയ അധ്യായങ്ങൾ രചിക്കാം, പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കാം എന്നാലോചിച്ച സുനിത ആ ബഹിരാകാശ നിലയത്തിന് പുറത്തിറങ്ങി നടക്കുകയാണ്. അങ്ങനെ നടന്നപ്പോൾ തന്നെ അതൊരു ചരിത്രമായി മാറുന്നു. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡാണിപ്പോൾ സുനിത വില്യംസ് സ്വന്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് പുറത്ത് 5 മണിക്കൂർ 26 മിനിറ്റാണ് ഇറങ്ങി നടന്നത് സുനിത. അതോടുകൂടി ആകെ ബഹിരാകാശ നടത്തം സുനിതയുടേത് 62 മണിക്കൂർ 6 മിനിറ്റായി. അപ്പോൾ അതൊരു ചരിത്ര നേട്ടമാണ്. മൊത്തം 62 മണിക്കൂർ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ബഹിരാകാശത്ത് നടക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാവും അത് ഭൂമിയിലുള്ള നടത്തം പോലെയല്ല എന്നുള്ളത്. അപ്പോൾ ബഹിരാകാശത്ത് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പുറത്തിറങ്ങിയുള്ള ഈ നടത്തത്തിൽ 62 മണിക്കൂർ കടക്കുമ്പോൾ തന്നെ അതൊരു വലിയ നേട്ടമായി, ചരിത്ര നേട്ടമായി മാറുന്നു. പെഗ് വിറ്റ്സനെ മറികടന്നു എന്നുള്ളതാണ്. 2017 നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ പെഗ്ഗി വിറ്റ്സൺ, നാസയുടെ തന്നെ വനിതാ ബഹിരാകാശ സഞ്ചാരിയായ പെഗ്ഗി വിറ്റ്സൺ സ്ഥാപിച്ച 60 മണിക്കൂറും 21 മിനിറ്റും എന്ന റെക്കോർഡാണ് സുനിത മറികടന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ചുമ്മാ നടക്കാനൊക്കെയുള്ള പരിശീലനം വേണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂമിയിൽ ഇറങ്ങി നടക്കുന്നത് പോലെയല്ല ശൂന്യാകാശത്ത്, ബഹിരാകാശത്തുള്ള ഇറങ്ങി നടത്തം. അതിന് കൃത്യമായ പരിശീലനം വേണം. അതെന്താണെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. EVA സ്യൂട്ട് ധരിക്കണം എന്ന് വെച്ചാൽ കൃത്യമായ വേഷവിധാനങ്ങളോടുകൂടി ഈ മർദ്ദത്തെ കൃത്യമായി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന EVA സ്യൂട്ട് ധരിച്ചുകൊണ്ടാണ് അവർ പുറത്തിറങ്ങി ഈ ബഹിരാകാശ നിലയത്തിന് പുറത്തിറങ്ങി നടക്കേണ്ടത്. ശരി, മിഷൻ കൺട്രോൾ ഭൂമിയിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്നത് ബഹിരാകാശത്താണെങ്കിൽ കൂടിയും അതിൻ്റെ മുഴുവൻ കൺട്രോളും നിയന്ത്രണവും താഴെ നാസയുടെ കേന്ദ്രത്തിൽ വെച്ച് തന്നെയാണ്. മിഷൻ കൺട്രോൾ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് താഴെ നാസ താഴെ അവരുടെ നിലയത്തിൽ വെച്ചാണ്. അങ്ങനെയാണ് ഇന്ന് ഈ പ്രോസസ്സ് പൂർത്തിയാക്കിയതും. രക്തത്തിൽ നിന്ന് നൈട്രജൻ നീക്കണം, ആ അർത്ഥത്തിലുള്ള ശാരീരിക തയ്യാറെടുപ്പുകൾ കൂടി നടത്തേണ്ടതുണ്ട്. അതൊക്കെ ഈ ബഹിരാകാശ നിലയത്തിൽ വെച്ച് തന്നെയാണ് പൂർത്തിയാക്കിയത് എന്നതും ശ്രദ്ധേയമാണ്. എയർ ലോക്കിനുള്ളിൽ മർദ്ദം ക്രമീകരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ EVA സ്യൂട്ടിനുള്ളിൽ ഘടിപ്പിച്ചിട്ടുള്ള എയർ ലോക്കിനുള്ളിൽ മർദ്ദം ക്രമീകരിച്ചുകൊണ്ടാണ് ഈ നടത്തം സാധ്യമാക്കുന്നത്. അല്ലെങ്കിൽ ബഹിരാകാശത്ത് നമ്മൾ ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ പറന്ന് പാറി നടക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അങ്ങനെ ഒരു നടത്തത്തിൻ്റെ രീതിയിൽ ആ ചലനം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ EVA സ്യൂട്ട് ധരിച്ച് മർദ്ദം കൃത്യമായി എയർ ലോക്കിനുള്ളിൽ ക്രമീകരിച്ചുകൊണ്ട് മാത്രമേ ഈ നടത്തം സാധ്യമാകൂ. ആ നടത്തത്തിലാണ് ഇന്നിപ്പോൾ സുനിത വില്യംസ് റെക്കോർഡിട്ടിരിക്കുന്നത്. ശേഷം വൈദ്യപരിശോധന. ഈ നടത്തം ശൂന്യാകാശത്തു കൂടിയാണ്. പലതരത്തിലുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. ക്ഷുദ്രഗ്രഹങ്ങൾ ഉണ്ടാകും, ഈ ശൂന്യാകാശത്ത് നിൽക്കുന്ന പരിക്കുകൾ ഉണ്ടാകും. അപ്പോൾ ഈ നടത്തത്തിന് ശേഷം കൃത്യമായ വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ട്. ആ വൈദ്യപരിശോധനയും കൃത്യമായി കൺട്രോൾ ചെയ്യുന്നത് താഴെ നാസയുടെ നിലയത്തിൽ നിന്നാണ്. ഒപ്പം അവരുടെ സഹസഞ്ചാരി കൂടിയുണ്ട്. ഈ 2 പേരും കൂടി ചേർന്നാണ് 2 പേരുടെയും പരസ്പരം ഈ വൈദ്യപരിശോധനയും ഈ സ്യൂട്ട് ധരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുക എന്നുള്ളതും കൂടിയാണ്. ഇനി നമ്മൾ ഈ നടത്തത്തിൻ്റെ കാര്യത്തിലുള്ള മുൻപേയുള്ള റെക്കോർഡുകൾ, തുടക്കത്തിൽ സ്ഥാപിച്ച റെക്കോർഡുകൾ, അതിൻ്റെയൊക്കെ കാര്യങ്ങളിലേക്കാണ് വരുന്നത്. ആദ്യമായി ബഹിരാകാശത്ത് ഇങ്ങനെ നടന്നത് അലക്സി ലിയോനോവ്, സോവിയറ്റ് യൂണിയന്റെ ബഹിരാകാശ സഞ്ചാരിയായിരുന്ന അലക്സി ലിയോനോവാണ്. 1965 മാർച്ച് 18 അദ്ദേഹം ബഹിരാകാശത്ത് ആദ്യമായി ഈ രീതിയിൽ നടന്നത്. ആദ്യത്തെ വനിതയും സോവിയറ്റ് യൂണിയന്റെ ബഹിരാകാശ സഞ്ചാരി തന്നെയാണ് സ്വെറ്റ്ലാന സവിറ്റ്സ്കയ. 1984 ജൂലൈ 25 സ്വെറ്റ്ലാന ഈ രീതിയിൽ ബഹിരാകാശത്തൊരു നടത്തം സാധ്യമാക്കിയത്. ഇപ്പോൾ കുടുങ്ങിക്കിടപ്പാണെങ്കിലും മുന്നിൽ ശൂന്യതയാണ് ബാക്കിയെങ്കിലും ഭൂമിയിൽ തിരിച്ചെത്താൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷ അകലെയാണെങ്കിലും
ഉള്ളിടത്ത് നിന്ന് അവർ ചരിത്രം സൃഷ്ടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ബഹിരാകാശ നടത്തത്തിൽ 62 മണിക്കൂറും പിന്നിട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിതയായി മാറുകയാണ് ഇന്ത്യൻ വംശജിയായ, ഇന്ത്യയുടെ അഭിമാനമായ, ലോകത്തിൻ്റെ ആകെ അഭിമാനമായ, നാസയുടെ അഭിമാനമായ സുനിത വില്യംസ്. അവർക്ക് വേഗത്തിൽ ഈ സ്റ്റാർ ലൈനർ പേടകത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് വേഗത്തിൽ ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ കഴിയട്ടെ. അവരുടെ ബന്ധുക്കളോടൊപ്പം, ഈ നാടിനൊപ്പം, ഈ ലോകത്തിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ റെക്കോർഡൊക്കെ ആഘോഷിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം.